ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവ് നൽകിയ മഹാനിയോഗത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയതായ കാര്യം, പോയി പ്രസംഗിക്കാനുള്ളതായ കൽപ്പന നമ്മുടെ കർത്താവ് നൽകി എന്നുള്ളത് നാം ചിന്തിച്ച് വരികയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഇവിടുത്തെ ശുശ്രൂഷയുടെ വേളയിലും ശിഷ്യന്മാരെ പ്രസംഗിക്കേണ്ടതിനു വേണ്ടി അയച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് ഒരു ചോദ്യം നമ്മൾ ഉന്നയിക്കുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. പോയി പ്രസംഗിക്കുന്നവർ അതിനു മുമ്പ് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ മറുപടി മർക്കോസ് 3:14 നമ്മൾ ഓർത്തു. മറുപടി എന്താണ്? കർത്താവിനോട് കൂടെ ഇരിക്കണം. കൂടെ ഇരിക്കുന്നവരാണ് പോയി പ്രസംഗിക്കേണ്ടത് എന്നുള്ളതായ ആ കാര്യത്തിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അവിടെ നമ്മൾ മറ്റൊരു കാതലായ സത്യം കാണുകയായിരുന്നു. നമ്മുടെ കർത്താവിനോട് കൂടെ ഇരിക്കുന്നവർക്ക് ഗുരുനാഥനിൽ നിന്ന് ധാരാളം ആശ്വാസം, പ്രചോദനം, ധൈര്യപ്പെടുത്തൽ ഒക്കെ അനുഭവിക്കാനായിട്ട് കഴിയും എന്നുള്ളതായ കാര്യം നമ്മൾ കാണുകയുണ്ടായി. മറ്റൊരു സുപ്രധാനമായ സത്യം പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. കർത്താവിനോട് കൂടിയിരിക്കുന്നവർക്ക് മറ്റുള്ളവരോട് പറയാനുള്ളതായ സ്വർഗീയമായ ദൂത് കർത്താവ് ഫലമേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു ഉദാഹരണവും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ അടുക്കൽ ദൂതനെ അയച്ച് പൗലോസിനെ ധൈര്യപ്പെടുത്തിയതായ കാര്യം നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മളൊരു കാര്യം ഓർത്തായിരുന്നു. പൗലോസിനെ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ധൈര്യപ്പെടുത്തി. പിന്നെ പൗലോസ് തൻ്റെ കൂടെയുള്ളതായ 276 യാത്രക്കാരെ എന്ത് ചെയ്തു? അവരെ ധൈര്യപ്പെടുത്തി. അപ്പോൾ ഏതൊരു ദൂത് കർത്താവ് പൗലോസിന് കൈമാറിക്കൊടുത്തുവോ അതേ ദൂത് പൗലോസ് ജനത്തിന്, ഒരു വലിയ കൂട്ടം ജനത്തിന് കൈമാറിക്കൊടുത്തു എന്നുള്ളത് അനുകരണീയമായൊരു മാതൃകയാണ്. അതുകൊണ്ട് കർത്താവിനോട് കൂടെ ഇരിക്കുന്നവർക്ക് അങ്ങനെ വചനം പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു. ഒരു റെഫറൻസ് എഴുതിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. ആ റെഫറൻസ് ഓർക്കുണ്ടോ? യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കർത്താവിനോട് കൂടെ ഇരിക്കുന്നവർക്ക് സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായിട്ട് ആ വാക്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കണം. 50-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. വളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി കാക്കുന്നു. അപ്പോൾ ഈ വാക്യത്തിൽ വളരെ മനോഹരമായിട്ടുള്ളതായ ചില സത്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇവിടെ കർത്താവിനെക്കുറിച്ചുള്ളൊരു പ്രവചനം കൂടിയാണിത്. എന്നാൽ കർത്താവിൻ്റെ മക്കളായിരിക്കുന്ന ശിഷ്യന്മാരായ നമുക്ക് ഇവിടെയുള്ളതായി ക്രമം നമ്മുടെ ക്രിസ്തീയ അനുഭവത്തിലും സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കമായി 3 കുറിപ്പുകൾ പറഞ്ഞു മാത്രം പോകാം എന്ന് ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാരുടെ നാവ് തളർന്നിരിക്കുന്നവനെ താങ്ങുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നമ്മുടെ നാവ് തളർന്നിരിക്കുന്നവനെ താങ്ങാനായിട്ട് ഉപയോഗിക്കണം. നാവ് തെറ്റായിട്ട് ഉപയോഗിച്ചാൽ
ഉള്ള ഉത്സാഹം പോലും മറ്റുള്ളവരുടേത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ എത്രയോ സൂക്ഷ്മതയുള്ളവർ ആയിരിക്കണം. പൗലോസ് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നതായൊരു മനോഹരമായൊരു പ്രസ്താവനയുണ്ട്. ഇടിച്ചു കളവാനല്ല, പണിവാനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വാചകം പറയുന്നതിലൂടെ ചിലരെ ക്ഷീണിപ്പിക്കുകയാണെങ്കിൽ, ചിലർ കുറഞ്ഞ് ഇടിഞ്ഞു പോകാൻ കാരണമായിട്ട് തീരുകയാണെങ്കിൽ അതെന്തോ ഒരു സങ്കടകരമായ കാര്യമായിരിക്കും. അതുകൊണ്ട് പൗലോസ് എപ്പോഴും ശുശ്രൂഷയിൽ ഒരു പ്രധാനപ്പെട്ട മൂല്യം സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്താൽ, പറഞ്ഞാൽ അതനുസരിക്കുന്നവർ അവർക്ക് ആത്മീയമായ ക്ഷീണം ഉണ്ടാകുകയില്ല. പിന്നെയോ അവരാത്മീയമായി ഉത്സാഹപ്പെടുവാൻ ഇടയായിട്ട് തീരും. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട സത്യം നമുക്ക് ഇവിടെ സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വാക്യത്തിൽ അത് പറയുകയാണ്, ശിഷ്യന്മാരുടെ നാവ് തളർന്നിരിക്കുന്നവനെ താങ്ങുന്നതാണ്. അതുകൊണ്ട് നമുക്കെപ്പോഴും നമ്മുടെ നാവ് അങ്ങനെ ഉപയോഗിക്കാനുള്ളതായ സൂക്ഷ്മത പാലിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകട്ടെ. രണ്ടാമത് ഞാൻ ആ വാക്യത്തിൽ നിന്നൊരു കുറിപ്പ് പറയുന്നത്, ശിഷ്യന്മാരുടെ ചെവി ഗുരുവിനെ കേൾക്കാൻ രാവിലെ തോറും ഉണർത്തപ്പെടുന്നതാണ്. അപ്പോൾ ആ വാക്യം നമുക്ക് അറിയാം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ആരുടെ നാവ് തന്നിരിക്കുകയാണ്? ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രസംഗിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഈ വാക്കുകൊണ്ട് താങ്ങുക എന്നൊക്കെ പറയുന്നത് വചന ശുശ്രൂഷയിലൂടെ നൽകാവുന്നതായ ധൈര്യവും പ്രചോദനവുമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് എന്താ പറയുന്നത്? അവൻ രാവിലെ തോറും ഉണർത്തുന്നു. എന്ത് മനോഹരമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. അപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഈ കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. ഈ കർത്താവിൽ നിന്നുള്ളതായ പ്രചോദന വാക്കുകൾ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഇവിടെ പ്രവാചകൻ ഓർപ്പിക്കുന്നതായ കാര്യം, ഉണർത്തപ്പെട്ട ചെവികളോടെ ഈ ഗുരുവിൻ്റെ സന്നിധിയിൽ ചിലവിടുന്നവരാണ് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കേണ്ടിയത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോ ദിവസവും ഈ ക്രമം കൃത്യമായിട്ട് സൂക്ഷിക്കാം. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനൊന്ന് കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിൽ ദൈവഭക്തിയുടെ അഭ്യാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതാണ്. പക്ഷേ ദൈവഭക്തിക്കുള്ള അഭ്യാസം എന്നുള്ളത് ഈ ലോക ജീവിതത്തിലും വരുവാനുള്ള ജീവിതത്തിലും നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതിനു വേണ്ടി സമയം ചെലവിടേണ്ടത്? ശരിക്കും ഇതിനു വേണ്ടിയാണ് ചെലവിടേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ കാര്യം, ശിഷ്യന്മാരുടെ ചെവി ഗുരുവിനെ കേൾക്കാനായിട്ട് രാവിലെ തോറും ഉണർത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ദൈവാത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് നമുക്കെപ്പോഴും നാം കർത്താവിൻ്റെ കൂടെ ഇരുന്ന് നമ്മുടെ ഉണർത്തപ്പെട്ട ചെവികളോടെ കർത്താവിൽ നിന്ന് വചനം കേൾക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഒരു കുറിപ്പും കൂടി ഞാൻ അവിടെ ഒന്ന് ചേർത്ത് പറയുകയാണ്. ഗുരുവിൽ നിന്ന് കേട്ട വാക്കുകളെ തളർന്നിരിക്കുന്നവനെ താങ്ങുകയുള്ളൂ. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലാണ് ആള്
ഉത്സാഹിക്കപ്പെടുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ വളരെ പ്രയാസമായിരിക്കും. പക്ഷേ ഉണർത്തപ്പെട്ട ചെവികളോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ആളുകൾക്ക് കർത്താവ് ആ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നിശ്ചയമായിട്ടും കേൾവിക്കാരെ എന്തു ചെയ്യും? അത് ഉണർത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ക്രമം നമുക്ക് സൂക്ഷിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നാം പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് കർത്താവിനോട് കൂടെ, നമ്മുടെ ഗുരുനാഥനോട് കൂടെ ഇരിക്കുമ്പോൾ അങ്ങനെ കൂടെ ഇരിക്കുന്നതിൻ്റേതായ നന്മയും പ്രയോജനവും ഉൾക്കൊണ്ട് നമുക്ക് വളരെ നന്നായി ഈ കാര്യം നിർവഹിക്കേണ്ടതിന് കർത്താവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ആരാണ് പ്രസംഗിക്കാനായിട്ട് പോകേണ്ടത് എന്നുള്ളതിന് നൽകപ്പെടുന്ന ഉത്തരം അതിൽ തന്നെ ഏറെ മനോഹരമായിട്ടുള്ള സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് ഞാൻ വരികയാണ്. ഇത് വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ടുന്നതാണ്, എങ്കിലും വളരെ ലളിതമായ കാര്യങ്ങളാണെന്നുള്ളത് കൊണ്ട് ഒത്തിരി വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് കരുതുകയാണ്. എന്താണ് പോയി പ്രസംഗിക്കേണ്ടത്? ഇതിൻ്റെ ഉത്തരം കിട്ടുന്നതായൊരു സുവിശേഷമുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ വരുമെന്നൊന്ന് അറിയാനൊരാഗ്രഹം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ എന്താണ് പ്രസംഗിക്കേണ്ടത് എന്നുള്ളതിൽ വളരെ കൃത്യമായിട്ടുള്ളതായ കൽപ്പന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ പ്രസംഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളങ്ങനെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് പുതിയ കാര്യങ്ങളൊക്കെ പറയണ്ടേ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതായ ആവശ്യം ഇല്ല. എന്ത് പ്രസംഗിക്കണമെന്നുള്ളത് കർത്താവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പിന്നെ വരാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇക്കാലത്ത് പലരുമൊക്കെ സാധാരണ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമുണ്ട്. ഇനിയുള്ള ഈ കാലത്തൊക്കെ ഒത്തിരി പ്രസംഗമല്ല വേണ്ടത്, പിന്നെ പ്രവൃത്തിയാണ് വേണ്ടത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ധാരാളം നമ്മൾ കേൾക്കാറുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം പ്രസംഗമല്ല വേണ്ടത്, പ്രവൃത്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ കർത്താവ് പോയി പ്രസംഗിക്കാനായിട്ട് പറയുമോ? പറയില്ല. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആ കൽപ്പന അതുപോലെ അനുസരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിലൊരു ആത്മീയമായൊരു വശമുണ്ട്. അത് ഞാൻ വിസ്മരിക്കുന്നില്ല, അത് ഞാൻ ഇന്ന് രാത്രി പറയുകയും ചെയ്യും. പക്ഷേ പ്രസംഗം ഒഴിവാക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. പ്രസംഗിക്കാനുള്ള കൽപ്പന നമ്മുടെ കർത്താവ് നൽകിയിട്ടുണ്ട്. നിത്യതയിൽ ശ്രമിക്കുന്ന ചെറിയാൻ സാർ ഒരിക്കൽ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ രസകരമായി പറഞ്ഞതായ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ബാല്യകാലത്ത് കേട്ടതാണെങ്കിലും അതിപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. നമ്മളൊരു വീട്ടിൽ പോയി വചനം പറയേണ്ടതിന് പകരം നമ്മളവിടെ നിന്ന് കുറച്ച് ആംഗ്യം കാണിച്ചാൽ മതിയോ? ആംഗ്യം കാണിച്ചാൽ പോരാ. സാറിൻ്റെ ഒരു ആംഗ്യമൊക്കെ കാണിച്ചു, എനിക്കതിനെ കാണിക്കാറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അതിനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ ഒരു മുറ്റത്ത് പോയി ഇന്നുകൊണ്ട് നമ്മൾ കുറച്ച് ആംഗ്യം കാണിച്ചിട്ട് കാര്യമില്ല. പോയി പ്രസംഗിക്കാൻ പറഞ്ഞാൽ പോയി പ്രസംഗിക്കണം. ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും വരുത്തുവാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. പക്ഷേ ആ സാധാരണ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കാതലായ സത്യമുണ്ട്. പ്രസംഗിക്കുന്നവരുടെ ജീവിതവും എങ്ങനെയായിരിക്കണം? പ്രസംഗം പോലെ ആയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഈ കർത്താവ് ജീവിതത്തോട് ബന്ധമില്ലാത്ത പ്രസംഗം പറയുന്ന ചിലരെക്കുറിച്ചൊരു മുന്നറിയിപ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കണ്ടോ? അത് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിലാണ് നമ്മളത് വായിക്കുന്നത്. ഒന്നങ്ങ് വായിച്ചു പോയാൽ മതി.
അത് വിശദീകരിക്കേണ്ട ആവശ്യം വരികയില്ല. വായിച്ച ഒറ്റ വായനയിൽ അതിൻ്റെ മുഴുവൻ ആശയവും മനസ്സിലാകും. 23 ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. മത്തായി 23 ആദ്യത്തെ 3. യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീക്ഷന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. ആകയാൽ അവർ നിങ്ങൾ പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുന്നു. അവരുടെ പ്രവൃത്തികൾ മുഖേന ചെയ്യരുന്നതാണ്. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവിടെ എന്ത് കൃത്യമായിട്ടാണ് കർത്താവ് ഈ കാര്യം പറയുന്നത്? അവർ മോശയുടെ പീഠത്തിലിരിക്കുന്നവരാകൊണ്ട് അവർ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രമാണിക്കണം. അതിനകത്ത് ഇവരാണല്ലോ പറയണേന്നൊന്നും വിചാരിക്കണ്ട. കാരണം അവർ തെറ്റിച്ച് പറയുന്നവരല്ല. മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു എന്നാ പറയുന്ന പ്രയോഗത്തിന് തന്നെ വളരെ അർത്ഥമുണ്ട്. കാരണം അവർ ദൈവത്തിൻ്റെ വചനവും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവർ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ഒരു ചെറിയ മുന്നറിയിപ്പും പറഞ്ഞു, ചെയ്യുന്നത് പോലെ ചെയ്യരുത്. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം പറയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പോൾ നമുക്ക് പ്രസംഗിക്കാം, ഈ കൽപ്പനയുടെ അനുസരണം കാണിക്കാം. ആ പ്രസംഗത്തിന് അനുസൃതമായ നിലയിൽ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ഞാനിവിടെ 2-3 വ്യക്തികളെ ഈ ബന്ധത്തിലൊന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് പറയാനില്ല. നമുക്ക് നല്ല പരിചയമുള്ള ആളുകളാണ്. പക്ഷെ ഈ കാര്യത്തിന് അവർ കൊടുത്ത പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഒന്ന് വായിച്ചു പോയാൽ മതി. എസ്രയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യത്തിൽ എസ്ര എന്ന വിദഗ്ധ ശാസ്ത്രിയെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു സത്യം ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. എസ്ര ഒരു വിദഗ്ധ ശാസ്ത്രിയായിരുന്നു. നെഹമ്യാവിൻ്റെ എസ്രയുടെയും കാലത്തുണ്ടായ ആത്മീക ഉണർവിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചത് ഈ ദൈവദാസനാണ്. കാരണം വചനം പുറകിലെറിഞ്ഞ് പോയ ജനത്തെ വചനത്തിൻ്റെ കൃത്യതയിലേക്ക് ഈ ദൈവദാസൻ മടക്കിക്കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പം നമുക്കും മടക്കിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ വാക്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ മതി. ഇനിയൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ എസ്ര മനസ്സ് വച്ചിരുന്ന 3 കാര്യങ്ങൾ കാണുകയാണ്. ഒന്നാമത്തെ ഏതാണ്? യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കാൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പരിശോധിച്ച് പഠിക്കാനുള്ള നല്ല തീരുമാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ ആ വാക്കൊന്ന് അടിവര ഇട്ടോട്ടെ. 3 കാര്യത്തിന് എസ്ര മനസ്സ് വെച്ചിരുന്നു. അപ്പോൾ ഇതിന് മനസ്സ് വയ്ക്കാനായിട്ട് യോഗം കഴിഞ്ഞ് വീട്ടിൽ വരെ പോയിട്ടാകാമെന്ന് വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ സാധിക്കാവുന്നതായൊരു കാര്യമാണ്. കാരണം എസ്ര ഈ 3 കാര്യത്തിന് മനസ്സ് വെച്ചു എന്നുള്ളത് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങളിന്ന് രാത്രി ഈ 3 കാര്യത്തിന് മനസ്സ് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഉണർവ് ഇന്ന് രാത്രിയിൽ ആരംഭിക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സ് വയ്ക്കാനുള്ള മനോഹരമായ മാതൃക നമ്മൾ കാണുകയാണ്. വചനം പഠിക്കാനായിട്ട് മനസ്സ് വയ്ക്കണം. അത് വ്യക്തിപരമായിട്ടും പഠിക്കാം. പക്ഷെ നമുക്ക് ഔദ്യോഗികമായിട്ട് വചനം പഠിക്കാനുള്ള അവസരം സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ സഭയിലാണ്. അപ്പം അതുകൊണ്ട് ദൈവസഭയിൽ ഉള്ളതായ വചന പഠനത്തെ നമ്മൾ ഉപേക്ഷയായി വിചാരിക്കരുത്. എല്ലാ യോഗത്തിലും എന്തുണ്ട്? വചനത്തിൽ നിന്നുള്ളതായ
പ്രബോധനം ഉണ്ട്. അപ്പോൾ സഭായോഗങ്ങളെ ഉപേക്ഷയെ വിചാരിക്കുന്നവർക്ക് ഈ പ്രയോജനം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സഭായോഗങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നഷ്ടം ചെറുതൊന്നുമല്ല, ആഹാരം മുട്ടിപ്പോകുവാൻ ഇടയായിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എത്ര പ്രാധാന്യത്തോടു കൂടി ഈ കാര്യത്തിനായിട്ട് മനസ്സ് വെക്കേണ്ടിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, വാക്യം നോക്കിയിട്ട് നോക്കാതെ പറയാമായിരിക്കും നിങ്ങൾക്ക്. അതനുസരിച്ച് നടക്കാനായിട്ട് എസ്ര മനസ്സുവെച്ചു. അതുകൊണ്ട് വചനം ആദ്യം പഠിക്കണം, പിന്നെ അതനുസരിച്ച് ആദ്യം പഠിക്കുന്നയാൾ നടക്കണം, ജീവിക്കണം. അപ്പോൾ വചനം പഠിക്കാവുന്നതാണ്, പഠിക്കേണ്ടതാണ്. പക്ഷെ പഠിച്ച് നമ്മുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ളതല്ല വചനം. പിന്നെയോ വചനം ജീവിക്കാനുള്ളതാണ്. നമ്മുടെ കർത്താവ് പിശാചിനോട് പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ വചനം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പോൾ എസ്ര നല്ല വിദഗ്ധമായി വചനം പഠിപ്പിച്ച ആളാണ്. അപ്പം തനിക്ക് എന്തുകൊണ്ടാണ് എങ്ങനെ സാധിച്ചു എന്നുള്ളതിൻ്റെ കാരണം നാം ഇവിടെ കാണുന്നത്. വചനം പഠിക്കാനുള്ള ബദ്ധപ്പാട് എസ്ര ഏറ്റെടുത്തു. വചനം പഠിച്ച് താൻ ആദ്യം ആ വചനപ്രകാരം തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇത് നമുക്ക് വളരെ മനോഹരമായൊരു പാഠമായിട്ടാണ് ഇരിക്കുന്നത്. കർത്താവ് നമുക്കതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, അത് ഉപദേശിക്കാനായിട്ട് മനസ്സ് വച്ചു. അപ്പോൾ ഉപദേശിക്കാനുള്ള, അതാണിപ്പോൾ നമ്മുടെ പഠന വിഷയം. ഉപദേശിക്കുവാൻ, പ്രസംഗിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ നമ്മൾ മഹാനിയോഗത്തോട് ബന്ധപ്പെട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കണം പുറത്ത്, അകത്ത് എന്ത് പ്രസംഗിക്കണം? ദൈവത്തിൻ്റെ വചനം അകത്ത് പ്രസംഗിക്കണം. അപ്പോൾ അത് ദൈവദാസന്മാർ എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് നിർവഹിച്ചിരുന്നത്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ 2 വാക്യം ആ ബന്ധത്തിൽ എൻ്റെ മനസ്സിൽ വന്നു. അതൊന്ന് സൂചിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം. അവിടെ പത്രോസ് ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു പറഞ്ഞിട്ട് പറയാം, അതാകുന്നു ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഇത് വിശ്വാസികളോട് പ്രസംഗിച്ച കാര്യമാണ് അവിടെ പറയുന്നത്. ഒരു വാക്യം കൂടെ ഞാനൊന്ന് പറയുകയാണ്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതായ വാക്യമാണ്. ഒന്ന് ജസ്റ്റ് അങ്ങ് വായിച്ചു പോയാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ കാര്യം പൗലോസ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. അതുകൊണ്ട് തിമോത്തിയോസിനൊരു പ്രബോധനം 2 തിമോത്തിയോസ് 4-ലുണ്ടല്ലോ. തിമോത്തിയോസിനോടൊരു പ്രബോധനം, വചനം പ്രസംഗിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അത് പുറത്തുപോയി പ്രസംഗിക്കുന്ന കാര്യമല്ല പ്രധാനമായിട്ടും പറയുന്നത്. പുറത്തുപോയി പ്രസംഗിക്കണം, അതാണ് നമ്മുടെ പഠന വിഷയം. പക്ഷെ അകത്തും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക എന്നുള്ളത്, പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ആത്മീയമായി വളരെ തളർന്നു കിടന്ന ഇസ്രയേൽ ജനം എസ്രയുടെ നേതൃത്വത്തിൽ ഈ വചനം പഠിപ്പിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ, ഇതിൻ്റെ മുമ്പോട്ട് നമ്മൾ നീക്കുമ്പോൾ അറിയാം, വലിയ ആത്മീക ഉണർവ് പൊട്ടിപ്പുറപ്പെടുവാൻ
ഇടയായിട്ട് തീർന്നു. അതൊക്കെ നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. നെഹമ്യാവ് 9:3 വാക്യത്തിലൊക്കെ വരുമ്പോൾ ഒരു യാമത്തോളം അവർ വചനം കേൾക്കുകയായിരുന്നു. ഒരു യാമം എത്ര മണിക്കൂറാണ്? 3 മണിക്കൂർ. 3 മണിക്കൂർ അവർ വചനം കേട്ടു. പിന്നെ അടുത്ത 3 മണിക്കൂർ എന്ത് ചെയ്തെന്നറിയാമോ? തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ വചനം അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ മഹത്വം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കുന്നു, എസ്ര വചനത്താൽ ഉണർത്തപ്പെട്ട എസ്ര മുഖാന്തരം പിന്നീട് ഇസ്രായേൽ ജനമെല്ലാം ആ വചനത്താൽ സ്പർശിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം ഉണർവിനായിട്ട് പ്രാർത്ഥിക്കാം. ആ കൂട്ടത്തിൽ നമുക്ക് വചനം പ്രമാണിച്ച് ജീവിക്കാം. അത് ജീവിച്ചുകൊണ്ട് അത് പഠിപ്പിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകട്ടെ. ഇനി നമുക്ക് കുറേ കൂടി പരിചയമുള്ള ഒരാളെ കുറിച്ച് പറയുകയാണ്. പൗലോസിൻ്റെ ജീവിതത്തിലും ഈ ക്രമം വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് നമുക്ക് മനപ്പാടം അറിയാവുന്ന വാക്യമാകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയാം. 1 കൊരിന്ത്യർ 9 27 വാക്യത്തിൽ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയത്രേ ചെയ്യുന്നത്. അപ്പോൾ പൗലോസ് എന്ത് സമർപ്പണത്തോടു കൂടിയാണ് ജീവിച്ചത്. ഈ പ്രസംഗം, പൗലോസിനെ പോലെ പ്രസംഗം പറഞ്ഞിട്ടുള്ള ആളുകൾ ബൈബിളിൽ കുറവാണ്. അവരുടെ സുവിശേഷവൽക്കരണ വഴിയിലും പൗലോസിനെ കുറിച്ചൊരു പ്രയോഗമുണ്ടല്ലോ, പൗലോസ് മുഖ്യ പ്രസംഗിയായിരുന്നു. അപ്പോൾ താൻ ധാരാളം പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. അതാണ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറഞ്ഞു തുടങ്ങിയ പ്രസംഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ ദേവദാസൻ പറയുന്നത്, ഞാൻ തന്നെ പ്രസംഗിച്ച ശേഷം ഞാൻ പ്രസംഗിച്ചതിന് വിപരീതമായിട്ട് ഞാൻ ജീവിക്കാനിടയായിട്ട് തീരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഈ പ്രസംഗം പ്രായോഗികമാക്കേണ്ടതിന് വേണ്ടി പൗലോസ് വളരെ ത്യാഗം അനുഭവിക്കുകയാണ്. ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രസംഗത്തിന് അനുസൃതമായ ജീവിതത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ദാസന്മാർ എത്രയോ വലിയ വില കൊടുക്കാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അങ്ങനെ വില കൊടുക്കാതെ വന്നാൽ പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞൊരു കാര്യം സംഭവിക്കും. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. ഒരാൾ നന്നായി പ്രസംഗിക്കുന്നു, അതുമായിട്ട് ഒരു ബന്ധമില്ലാതെ പോലെ ജീവിച്ചാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മനസാക്ഷിയിൽ കുറ്റം വിധിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഇങ്ങനെ പ്രസംഗിക്കണോ എന്ന് ചിലപ്പോൾ ഉള്ളിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ നൽകുന്നതായ ഈ സാക്ഷ്യവാചകം എത്രയോ മനോഹരമാണ്. ഇത് പ്രായോഗികമാക്കി ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി നമ്മുടെ ഗുരുനാഥൻ്റെ കാര്യം പറയുകയാണ്. പൗലോസിൻ്റെ ഗുരു തന്നെയാണ് നമ്മുടെയും ഗുരു. നമ്മുടെ കർത്താവിനെക്കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകം 1 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: തെയോഫിലോസേ, ഞാൻ എഴുതിയ 1 ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അപ്പോൾ അവിടെ പറയുന്നതായ കാര്യം, നമ്മുടെ കർത്താവിനെക്കുറിച്ച് ലൂക്കോസ് എഴുതിയതിൻ്റെ ആ വഴി പറയുന്നത്, നമ്മുടെ കർത്താവ് ചെയ്തും ഉപദേശിച്ചും. അപ്പോൾ ഉപദേശിക്കുന്നതിന് മുൻപ് അത് ഉപദേശിക്കുന്ന ആൾക്ക് പ്രായോഗികമാക്കാൻ കഴിയുന്നത്
എത്രയോ മനോഹരമാണ്. അതുകൊണ്ടല്ലേ ഗിരിപ്രഭാഷണം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇവാലുവേഷനുണ്ടല്ലോ, ജനത്തിൻ്റെ ഇവാലുവേഷനാണ്. തങ്ങളുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അവൻ അധികാരമുള്ളവനായിട്ട് അത്രേ ജനത്തോട് സംസാരിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പ്രസംഗത്തിന് അനുസൃതമാണെങ്കിൽ നമുക്കതിൻ്റെ അധികാരത്തോടു കൂടി കാര്യം പറയാനായിട്ട് സാധിക്കും. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ വാക്കുകളൊക്കെ ഭംഗിയായിരിക്കുമെങ്കിലും നമുക്കൊരു ജാള്യത മനസ്സിൽ ഉണ്ടാകാൻ ഇടയായിട്ട് തീരും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ 3 സാക്ഷികളെ മുമ്പിൽ നിർത്തി ഒരു വലിയ കാര്യം ഉറപ്പിക്കുകയാണ്. നമുക്ക് വചനം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ജീവിതം അതിനനുസൃതമായി സൂക്ഷിക്കാം. അങ്ങനെ ജീവിതം വചനത്തിനനുസൃതമായി സൂക്ഷിച്ചുകൊണ്ട് പ്രസംഗിക്കാം. ഇത് വളരെ മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. ഈ ആശയം തിരുവെഴുത്തിൽ ധാരാളം സ്ഥാനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിലെ 1-2 വാക്യങ്ങൾ കൂടി ഒന്ന് ചേർത്ത് പറയാം എന്ന് ആഗ്രഹിക്കുന്നു. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായൊരു പ്രബോധനമുണ്ട്. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കും. അപ്പോൾ ഈ വാക്യത്തിൽ എന്തോരം കാര്യങ്ങളാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിലേക്കെല്ലാം നമ്മൾ ഈ രാത്രിയിൽ പോകുന്നില്ല. എന്നാൽ അവിടുന്ന് ഒരു കാതലായ സത്യം ഞാൻ പറയുന്നത്, ഇവിടെ പൗലോസ് ഒരു പോരാട്ടത്തിനുള്ള ആഹ്വാനം കൊടുക്കുകയാണ്. എന്ത് പോരാട്ടത്തിനായിട്ടുള്ള ആഹ്വാനമാണിത്? സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഈ വിശ്വാസത്തിൽ നിന്ന് ശത്രു വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ ശത്രുവിനോട് പോരാടി ആ വിശ്വാസത്തെ സൂക്ഷിക്കണം. അപ്പം നമ്മളൊരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന പോലെയാണ്. നമ്മൾ ഇതിൻ്റെ പടയാളികളായിട്ട് സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായിട്ട് പോരാട്ടം കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ പൗലോസ് പറയുന്നത്, അങ്ങനെ ഒരുങ്ങുമ്പോൾ, ആ പോരാട്ടത്തിന് വേണ്ടി ഒരാൾ ഒരുങ്ങുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് സുവിശേഷത്തിന് യോഗ്യമായിട്ട് മാത്രം നടക്കണം. സുവിശേഷത്തിന് നിരക്കാത്ത നിലയിൽ സംസാരിക്കുകയും നിരക്കാത്ത നിലയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾ സുവിശേഷത്തിൻ്റെ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയാൽ ആ പോരാട്ടം വിജയകരമായിട്ട് തീരുകയില്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ സത്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ നാം ഈ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കണം. എൻ്റെ നടപ്പിൽ, ജീവിതത്തിലെ ഒരു കാര്യവും ഈ സുവിശേഷത്തിന് നിരക്കാത്തതായിട്ട് വരികയില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കണം. ഇന്നൊരു ദൈവദാസൻ്റെ ശവസംസ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അനേകർ സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യം, ആത്മീകമായ മൂല്യങ്ങളെ സൂക്ഷിക്കേണ്ടതിനു വേണ്ടി തൻ്റെ ജീവിതവും ശുശ്രൂഷയും ഉപയോഗിച്ചു എന്നുള്ളത് പലർ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം എത്രയോ പ്രധാനപ്പെട്ടതാണ്. ഈ വാക്ക് നമുക്ക് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാം. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം
മാത്രം നടക്കണം. ഞാൻ ഇന്ന് ഈ വാക്യം കുറിക്കുമ്പോൾ വേറൊരു കാര്യം ഈ 1-ാം അധ്യായത്തിൽ നിന്ന് ഓർക്കാനിടയായിട്ട് തീർന്നു. ഈ പ്രസംഗത്തിൽ പോലും ശരിയിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രസംഗിക്കണ കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൽ പ്രസംഗമെന്ന ശുശ്രൂഷയിൽ പോലും ശരിയിൽ നിന്ന് വ്യതിചലിക്കാനുള്ളതായ സാധ്യതയുണ്ട്. പൗലോസ് കാരാഗൃഹത്തിലാണിപ്പോൾ. അപ്പോൾ പൗലോസ് കാരാഗൃഹത്തിൽ പോയപ്പോൾ പുറത്ത് സ്വതന്ത്രരായിട്ട് ജീവിക്കുന്ന വിശ്വാസികൾ ആ സാഹചര്യത്തെ വളരെ തെറ്റായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് ഈ ദൈവദാസൻ ഇവിടെ ഓർമ്മിപ്പിക്കുക. ഇതെല്ലാം ഞാനിപ്പോൾ വായിച്ച് വിശദീകരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ എൻ്റെ വാക്യത്തിൻ്റെ നമ്പർ പറയാം, അവിടുത്തെ കാര്യവും പറയാം. പിന്നെ നിങ്ങൾ വീട്ടിൽ പോയി അതൊന്ന് വായിച്ച് നോക്കിയാൽ നന്നായിരിക്കും. 1:15 പൗലോസ് പറയുന്നത്, ചിലർ അസൂയയിലും പിണക്കത്തിലും എന്ത് ചെയ്യാണ്? പ്രസംഗിക്കുകയാണ്. അപ്പോൾ ചില പൗലോസിന് അകത്തുള്ളതായ ബന്ധനത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കട്ടെ എന്നുള്ളതായ ലക്ഷ്യത്തിൽ പോലും പുറത്ത് എന്ത് പ്രസംഗിക്കുകയാണ്? സുവിശേഷം പ്രസംഗിക്കുകയാണ്. നോക്കണേ, ഈ പ്രസംഗത്തിൽ പോലും നമ്മൾ തെറ്റിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. നമ്മുടെ തലക്കെട്ട് ഞാൻ ഇവിടെ ഒന്ന് ചേർത്ത് പറയാം, മടങ്ങാം മഹാനീകരണത്തിലേക്ക്. അപ്പോൾ നമ്മുടെ പ്രസംഗത്തിൽ പോലും നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ലെന്നുള്ളത് ഉറപ്പാക്കണം. 17-ാം വാക്യത്തിൽ മറ്റൊരു കാര്യമുണ്ട്, ഷാഢ്യത്താലുള്ള പ്രസംഗം. പ്രസംഗമാണ് പറയുന്നത്, വചനമായിരിക്കും പറയുന്നത്, പക്ഷേ അതിൻ്റെ പിമ്പിലെ പ്രചോദനം എന്താണ്? ഷാഢ്യമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിലേന്തി പറഞ്ഞത്, ഷാഢ്യത്താലും ദുരഭിമാനത്താലും ഒന്നും ചെയ്യാതെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഷാഢ്യത്തിലും ദുരഭിമാനത്തിലും ഒന്നും ചെയ്യുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കണം. ഈ ഷാഢ്യം എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ളതായൊരു പാപമാണ്. നമ്മൾ ഈ സീരീസിൽ അത് ഓർത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശൗലിൻ്റെ വ്യതിയെല്ലാം നമ്മൾ ഓർത്തായിരുന്നല്ലോ. അപ്പോൾ അന്നേരം ഈ വാക്യം ഓർത്തായിരുന്നു, ഷാഢ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാണെന്നാണ് 1 ശമൂവേൽ 15:23 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഷാഢ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ സാധാരണ വരാവുന്നതായൊരു പാപമാണ്. എന്ത് ഗൗരവമാണ് അതിനുള്ളത്. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്നു. മൂന്നാമത് ശരിയല്ലാത്തൊരു പ്രസംഗത്തെക്കുറിച്ച് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ നാട്യമായിട്ട് പ്രസംഗിക്കുന്നു, നാട്യമായിട്ട് പ്രസംഗിക്കുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതായ ആവശ്യം ഇല്ല. അപ്പോൾ പ്രസംഗം അനുസ്യൂതം നടക്കുമ്പോഴും അത് ഗുണം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ദോഷത്തിന് ഹേതുവായി തീരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 3 വാക്കുകൾ ഒരു ഭയനിർദ്ദേശത്തിന് വേണ്ടി ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പോയി പ്രസംഗിക്കുക എന്നുള്ളതായ ഈ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ ഈ പ്രസംഗത്തിൽ തന്നെ എന്തോരം സൂക്ഷിക്കാനുള്ളതായ ആവശ്യകത ഉണ്ട്. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും വചനം പ്രസംഗിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ലക്ഷ്യങ്ങളും പ്രതിപത്തികളും ശരിയായിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനുള്ള ആവശ്യകത ഉണ്ട്. തെറ്റായ ലക്ഷ്യങ്ങളിൽ നമ്മുടെ പ്രസംഗം വന്നു പോകാനുള്ളതായ അപകട സാധ്യത
ഉണ്ട്. 26-ാം സങ്കീർത്തനം 2-ാം വാക്യം അവിടെ ഒന്ന് എഴുതിയിട്ടുള്ളൂ. നമ്മൾ വിശകലനം ചെയ്തിട്ടുള്ളൊരു വാക്യമാണ്. അത് വായിച്ച് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. 26-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. യഹോവയെ പരീക്ഷിച്ച് ചോദന ചെയ്യണം, തന്റെ അന്തരംഗങ്ങളുടെ ഹൃദയവും പരിശോധിക്കണം. അപ്പോൾ അവിടെ പറയുന്നത്, യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും ഹൃദയവും പരിശോധിക്കണമേ. ഇതിൽ ഒരു ഇംഗ്ലീഷ് വേർഷനിലുള്ള വാചകം ഞാൻ ഈ വാക്യം പറയുമ്പോഴൊക്കെ പറയാറുണ്ട്, ഇവിടെയും പറഞ്ഞു കാണും അത്. ലോർഡ് ക്രോസ് എക്സാമിൻ മീ, ടെസ്റ്റ് മൈ മോട്ടീവ്സ് ആൻഡ് അഫക്ഷൻസ് ടു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോടതിയിൽ ദാവീദ് നിന്ന് ദൈവത്തോട് പറയുക, ദൈവമേ എന്നെ കുറ്റവിചാരണ ചെയ്യണം, എൻ്റെ ലക്ഷ്യങ്ങളിലും പ്രതിപത്തികളിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ അത് ഓർമ്മപ്പെടുത്തണം. അപ്പം ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. പോയി പ്രസംഗിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധമല്ലാതെ വേറെ യാതൊരു കാര്യവും അതിൻ്റെ പിമ്പിലില്ല എന്നുള്ളത് നമുക്ക് പരമാർത്ഥതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ വലിയ സത്യം സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളണം. ഒരു വാക്യോടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. ആ വാക്യം ഒന്ന് നോട്ട് ചെയ്തിട്ടോളൂ. നമുക്കെല്ലാം മനപ്പാടം അറിയാവുന്ന വാക്യമാണ്. അറിയാൻ പാടില്ലാത്തവർ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് പഠിച്ചുകൊണ്ട് വന്നാൽ നല്ലതാണ്. 1 പത്രോസ് 2:9 വാക്യം. അവിടെയും ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രമാണം പത്രോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പം അതിന് ചില വാക്കുകൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ 1 പത്രോസ് 2:9 വാക്യം അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ചെറിയൊരു വിശദീകരണം പറയാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ജീവിതം പ്രസംഗത്തിന് അനുസൃതമായിരിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് സൂക്ഷിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.